ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ റോസ് മീനു. ഇന്ന് നമുക്കൊരു വാട്ടർ കളറിങ് നോക്കിയാലോ. അതിനുവേണ്ടി വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിൻ്റെ ഔട്ട്ലൈൻ പെൻസിൽ വെച്ചൊന്ന് മാർക്ക് ചെയ്യാം. പണ്ട് സ്കൂൾ ടൈമിലൊക്കെ യൂത്ത് ഫെസ്റ്റിവലിന് സ്റ്റേജ് പ്രോഗ്രാം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് രചനാ മത്സരങ്ങൾ. കഥാരചനയും കവിതാരചനയും ഉപന്യാസ രചനയും ചിത്രരചനയും കളറിങ്ങും ഒക്കെയായി ഒട്ടനവധി കോമ്പറ്റീഷൻസ്. ടീച്ചേഴ്സിൻ്റെ വൻ സപ്പോർട്ട് കൊണ്ടായിരിക്കും ക്ലാസ്സിലെ ഒട്ടുമിക്ക എല്ലാ പേരും കാണും പാർട്ടിസിപ്പൻസ് ആയിട്ട്. സ്പെഷ്യലായിട്ട് വലിയ ടാലൻറ്റഡ് ആയിട്ടൊന്നുമല്ല, എല്ലാവർക്കും ഒപ്പം ഞാനും കാണും. അങ്ങനെ ഒരിക്കലും ഒരു മത്സരത്തിൽ വരച്ച് ഇഷ്ടപ്പെട്ട കളർ ഇഷ്ടമുള്ളിടത്തൊക്കെ കൊടുത്ത് പൂർത്തിയാക്കിയ ചിത്രത്തിന് ഫസ്റ്റ് കിട്ടിയതോടുകൂടി ഒരു ആർട്ടിസ്റ്റ് ആയേക്കാമെന്ന് ഉറപ്പിച്ചു. കുട്ടികളുടെ മനസ്സെപ്പോഴും ചാഞ്ചാടിക്കൊണ്ടിരിക്കുക എന്നല്ലേ പറയാറ്. അതുകൊണ്ടായിരിക്കും പിറ്റേന്നായപ്പോഴേക്കും ആർട്ടിസ്റ്റ് ആവുന്ന കാര്യമേ മറന്നുപോയി. എങ്കിലും ചിത്രങ്ങളോടും നിറങ്ങളോടും ഒരു ഇഷ്ടം എന്നും മനസ്സിലുണ്ടായിരുന്നു. മനസ്സിൽ തോന്നുന്നതും മുന്നിൽ കാണുന്നതും കേൾക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പേപ്പറിൽ പകർത്താൻ ആരുടെയും അനുവാദം വേണ്ടല്ലോ. പക്ഷെ അത് മറ്റാരെങ്കിലും കണ്ടാലാണ് പ്രശ്നം. പിന്നെ കളിയാക്കലിൻ്റെ പൂരമാണ്. അങ്ങനെ ആരും കാണാതെ വലിച്ചെറിഞ്ഞ ചിത്രങ്ങളെല്ലാം പെറുക്കി കൂട്ടിയാൽ അത് തന്നെ കാണും വലിയൊരു ബുക്കാക്കാൻ മാത്രം. ഇതെൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വാട്ടർ കളറാണ് യൂസ് ചെയ്യുന്നത്. ആദ്യം തന്നെ കുറച്ച് പൂക്കളും ഇലകളൊക്കെ തന്നെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഈ പൂക്കൾക്കൊക്കെ ഒന്ന് കളർ കൊടുത്തെടുക്കണം. അതിനുവേണ്ടി ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ജസ്റ്റ് ആ കളറിൻ്റെ ഒന്ന് ലൈറ്റ് ഷെയ്ഡ് മാത്രമാണ് കൊടുത്തെടുക്കുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് പോയിന്റ് ബ്രഷ് വെച്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്രത്യേകിച്ച് ഈ വാട്ടർ കളറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറേ ലെയർ ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. അതായത് പിക്ചറിൻ്റെ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ട് ആ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാറില്ലേ, അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡാർക്കായിട്ടുള്ള ഷെയ്ഡാണെന്നുണ്ടെങ്കിൽ കളറായിരിക്കും കൂടുതൽ എടുക്കേണ്ടി വരിക. ഇനി അഥവാ ലൈറ്റ് ഷെയ്ഡാണ് കുറച്ച് കൂടുതലായിട്ട് വരേണ്ടതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി ആയിരിക്കും കൂട്ടേണ്ടത്. അത്തരത്തിൽ കൂട്ടിയും കുറച്ചൊക്കെ നമുക്ക് തന്നെ ഇതിൻ്റെ ഷെയ്ഡിൽ വ്യത്യാസം വരുത്തിയെടുക്കാം. ഫ്ലാറ്റ് ബ്രഷ് വെച്ച് ആദ്യം ജസ്റ്റ് കളർ എല്ലായിടത്തും ഒന്ന് ആകുന്ന വിധത്തിൽ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം പോയിന്റ് ബ്രഷ് വെച്ച് നമുക്ക് ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ടർ കളറിങ് ആയതുകൊണ്ട് തന്നെ ഒരു ലെയർ ഓഫ് കളറിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അടുത്ത ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോഴേക്കും ആദ്യം കൊടുത്ത കളേഴ്സൊക്കെ തന്നെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ കൊടുക്കുമ്പോൾ കളർ കുറച്ചുകൂടെ നീറ്റായിട്ട് കിട്ടും. ഫ്ലവേഴ്സിനെ കളർ ചെയ്ത് അതേപോലെ തന്നെ കുറച്ച് ഇലകൾ കൂടി കളർ കൊടുക്കണം. അതിനുവേണ്ടി ഫസ്റ്റ് ലെയറായിട്ട് ഫ്ലാറ്റ് ബ്രഷ് വെച്ചൊന്ന് പച്ച കളറൊന്നും പെയിൻറ് ചെയ്തെടുക്കാം. ഇലകൾക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും മിക്സ് ചെയ്താണ് കൊടുക്കുന്നത്. അത് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഒരു സൈഡ് ഫുള്ളായിട്ട് ഡാർക്ക് കളറും അതിൻ്റെ തന്നെ മറുഭാഗത്ത് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡും കൊടുക്കണം. അപ്പോൾ അതാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇലകൾക്കും ഇതുപോലെ കളർ കൊടുത്തെടുക്കണം. ഇത്തരം പൂക്കളുടെ തണ്ടിന് ഇളം പച്ച കളറായിരിക്കും എപ്പോഴും ഉണ്ടായിരിക്കുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അതേ ഇളം പച്ച കളർ തന്നെ ലീഫിൻ്റെ ഒരു സൈഡിലായിട്ടും കൂടി വരുന്ന പോലെയാണ് കൊടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് അക്രിലിക് പെയിൻറ് കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഇളം പച്ച കളറിന് കുറച്ചുകൂടെ ഒന്ന് ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടി സൈഡ് ഭാഗത്തായിട്ട് മഞ്ഞ കളർ ഒഴിച്ചൊന്ന് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഈ അക്രിലിക് കളറിന് 2-3 കളർ മിക്സ് ചെയ്തെടുത്ത് നമുക്ക് മറ്റൊരു ഷെയ്ഡ് ഉണ്ടാക്കാനും പറ്റും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ പച്ച കളറും ബ്ലാക്ക് കളറും ഒക്കെ പെട്ടെന്ന് ഉപയോഗിച്ച് തീർന്നു പോകുന്ന ടൈപ്പ് കളേഴ്സ് ആണല്ലോ. ഇതൊക്കെ തന്നെ നമുക്ക് മറ്റ് 2-3 കളർ മിക്സ് ചെയ്ത് ഈ കളറൊക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ പച്ച കളറിനാണെന്നുണ്ടെങ്കിൽ നീലയും മഞ്ഞയും മിക്സ് ചെയ്താൽ പച്ച കിട്ടും. അതിൽ തന്നെ നീല കുറച്ച് കൂടുതൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്കായിട്ടുള്ള ഗ്രീനും, മഞ്ഞയുടെ അളവാണ് കുറച്ച് കൂടുതലായിട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ലൈറ്റായിട്ടുള്ള ഗ്രീനും കിട്ടും. ഇതുപോലെ ക്വാണ്ടിറ്റിയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി ഗ്രീനിൻ്റെ തന്നെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്ത് വെറൈറ്റി ഓഫ് ഷെയ്ഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ കളറിനോട് കുറച്ച് ഇഷ്ടമുണ്ട്, കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് ഇതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പം ഈ ചെയ്ത അതേ രീതിയിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ഇലകൾക്കും തണ്ടുകൾക്കും കളർ കൊടുത്തെടുക്കണം. ഡ്രോയിങ്ങിൻ്റെ സൈഡ് വശങ്ങളൊക്കെ തന്നെയും കളർ ചെയ്യുന്ന സമയത്ത് പോയിൻറ്റ് ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കുറച്ച് വീതി കൂടിയ ബ്രഷാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന അതേപോലെ ഷേപ്പിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. പോയിൻറ്റ് ബ്രഷ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മൈന്യൂട്ട് ഡീറ്റെയിലിംഗ് ഒക്കെ തന്നെയും കൊടുത്തെടുക്കാൻ പറ്റും. ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും മിക്സ് ചെയ്ത് ഒരു ലെയർ ഓഫ് കളറിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇനി പോയിന്റ് ബ്രഷ് വെച്ച് സൈഡൊക്കെ തന്നെയും കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഡാർക്ക് ഗ്രീൻ തന്നെ അതിന് മേലെയായിട്ട് സൈഡിലൂടെ പോയിന്റ് ബ്രഷ് വെച്ചൊന്ന് വരച്ചെടുക്കുകയാണ്. ഇങ്ങനെ കൊടുക്കുന്നതിലൂടെയാണ് നമുക്ക് ലൈറ്റിൻ്റെ ഷെയ്ഡിങ് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ കുറച്ചൊരു ഒറിജിനാലിറ്റി കിട്ടുന്നത്. ഫസ്റ്റ് ലെയർ ഓഫ് കളറിങ് കംപ്ലീറ്റ് ആക്കിയതുപോലെ തന്നെ എല്ലാ ലീഫിനും ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഡാർക്ക് ഗ്രീൻ വെച്ചാണ് ഹൈലൈറ്റ് ചെയ്തതെങ്കിൽ ഇനി ലീഫിൻ്റെ മറുഭാഗത്ത് ലൈറ്റ് ഗ്രീൻ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റ് ഗ്രീൻ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ മഞ്ഞ കൂടി സൈഡിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാരണം മഞ്ഞയും പച്ചയും കുറച്ച് ബ്ലെൻഡായി പൊക്കോളും. ഇത് തന്നെ ബാക്കിയുള്ള എല്ലാ ലീഫിൻ്റെയും മറുഭാഗത്തായിട്ട് ഷെയ്ഡ് കൊടുക്കണം. താഴ്ഭാഗത്ത് ഞാൻ കളർ കൊടുക്കാതെ കുറച്ച് വിട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി കുറച്ച് മിനുക്കുപണികളോട് ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഡ്രോയിങ് ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു പർട്ടിക്കുലർ ഫ്ലവർ മനസ്സിൽ ഉദ്ദേശിച്ചാണ് ഇത് വരച്ചിരിക്കുന്നത്. ഇത് ഏത് ഫ്ലവർ ആണെന്ന് മനസ്സിലായെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാവോ? അതുപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും.
ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. നന്നായിട്ടില്ലേ? അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.